ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 2 ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ വ്ളോഗൊക്കെ ആയിട്ട് എന്താ വരുന്നത്, മഴ ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലല്ലോ. അപ്പോൾ 2 ദിവസമൊക്കെ ഞാനൊരു റെസിപ്പിയൊക്കെ ഇട്ടിട്ടാ. അപ്പം ഇന്ന് ഒരു വ്ളോഗ് ഇടാൻ വിചാരിച്ചിട്ടാ. അപ്പം ഇന്നൊരു വെയിലും വെട്ടൊക്കെ ഉണ്ട്. പിന്നെ നാളെ ചിലപ്പോഴേ ഞാൻ വീഡിയോ ഇടുള്ളൂ. നാളെ ഇവിടെ ഒരു ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്കൊക്കെ ആവും. അപ്പോൾ ചിലപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവില്ല കേട്ടാ. മറ്റന്നാൾ കൂട്ടുകാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ നല്ല തണവല്ലേ. ഇന്നലെ രാത്രിക്കലത്തെ ചേട്ടാ, ഇന്നലെ മഴയായിരുന്നു. അപ്പോൾ അപ്പൂന് നമ്മളെ വിന്ധ്യേച്ചിയുടെ പേരക്കുട്ടിയുടെ ഒരു വനിയെടുത്ത് തുറന്നിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക, തണുക്കണല്ലേ വെച്ചിട്ട് ഓന് ഇട്ട് കൊടുത്തിട്ടേ കഴുത്തി കൂടെ ഉണ്ട് ഇറക്കുമ്പോൾ കടിച്ചവിടെ പിടിച്ച് ഓന് വേണ്ടാന്ന്. അങ്ങനെ പല്ലമന്നൊക്കെ വേറെടുത്തിട്ട് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആ കയ്യിൻ്റെ അവിടെ ഉണ്ട് കടിച്ച് പിടിച്ചിരിക്കുക കേട്ടാ. ഓന് താല്പര്യമില്ല ഇടാൻ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഊരിട്ട് കൊടുത്തിട്ടാ. ഓനെന്തോ ഒരു അസ്വസ്ഥത പോലെ. അപ്പോൾ മോള് പറഞ്ഞാൽ ഊരിക്കാളി അമ്മാന്ന്. അപ്പം അപ്പൂന് എന്തായാലും ഒരു കുപ്പായിട്ട് കൊടുത്താട്ടാ. പിന്നെ അന്ന് നമ്മളെ ലത്തീസ് വേൾഡ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നാ വേറെ ഉള്ളിൽ കുടുങ്ങിയ പൂച്ചേനെയൊക്കെ ഒന്ന് കാണിച്ചു തരണം. ഇതാണിട്ടാ ജഗലുകളാണ്, ജഗജില്ലിയാൾ. അതുണ്ടാ സിമെൻറ്റുമോ ഉണ്ടാവും എപ്പോഴും ഈ അമ്മയുടെയും കുട്ടികളും എപ്പോൾ. അപ്പോൾ രാവിലെ കേട്ടാ മറ്റാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കേട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക സാമ്പാറാട്ടാ. കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കണം. അപ്പം നമുക്ക് തലേദിവസം തന്നെ ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ പച്ച പയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാടൻ പയറായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് വെച്ച്. അപ്പോൾ ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം വറവ് ഇടാലോ. അപ്പോഴേക്ക് അരിക്കുള്ള ചെറിയ ഉള്ളിയും ഒക്കെ നമുക്ക് റെഡി ആക്കണമല്ലോ, തോലൊക്കെ കളഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ. അപ്പോഴേക്ക് ഇതൊന്നിട്ട് വേവിച്ചെടുത്താൽ പിന്നെ ഒന്ന് വറവിടല്ലേ വേണ്ടുള്ളൂ. അപ്പം ഓരോ പ്ലാൻ മുൻകൂട്ടി നമ്മളിങ്ങനെ മനസ്സിൽ ഇതായാൽ നമുക്ക് പണികൾ എളുപ്പം ചെയ്യാൻ പറ്റൂലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരടുപ്പത്ത് പയർ വേവാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് നമ്മളെ സാമ്പാറേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 2 മണി ഉലവിയൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 അടുപ്പത്തും 2 എണ്ണം വെച്ചിട്ട് വേഗം പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ നമ്മളെ തിളക്കിയിട്ടുണ്ട്. അപ്പം ഇന്നലെ പച്ചക്കറിയൊക്കെ കൂടുന്നുണ്ടായിരുന്നു, കൈപ്പയ്ക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കൈപ്പയ്ക്കനെക്കാട്ടി നല്ല വെണ്ടയ്ക്ക കണ്ട്. അപ്പം എന്നാൽ വെണ്ടയ്ക്ക തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിൽ ഒന്നാണ്ട് വേവിച്ചെടുക്കുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് വേഗം എളുപ്പത്തിൽ കറിയാവുക അതാട്ടാ നോക്കുക. അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. ആയിക്കോട്ടെ തന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്നാണ്ട് ചൂടാക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ചായക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടപ്പാട്ടാ, മൈദപ്പൊടിയല്ല. ഇന്നലെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരിയും നാളികേരം ചോറൊക്കെ അരച്ചിട്ടുള്ള ഓട്ടപ്പം ഉണ്ടല്ലോ, അതാണ് കേട്ടാ. അപ്പോൾ മോനിപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ ഓനില്ലല്ലോ, ഓനില്ലാത്തപ്പോഴല്ലേ നമുക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഏട്ടന് പിന്നെ എന്തായാലും കുഴപ്പമില്ല ഏട്ടാ, അത് കഴിച്ചോളൂ. ഇനിയിപ്പോൾ ദോശയുടെ മാവ് പൊന്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ദോശ ഉണ്ടാക്കി കൊടുത്താൽ തിന്നോളൂ കേട്ടാ. അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ ആട്ടപ്പത്തിനുള്ളതൊക്കെ ഞാനൊക്കെ നരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളെത്ര വേണ്ടാന്ന് വെച്ചാലും ഇടയ്ക്കൊക്കെ ഒന്നൊരു അപ്പോൾ വരും കേട്ടാ. അതൊന്നും കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റയടിക്കൊന്നും ഇപ്പോൾ ശീലങ്ങളൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. നായരെ പാല് 364 ദിവസം കുഴലിയിട്ടാലും അത് വളഞ്ഞ് തന്നെയല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊരു അപ്പയൊക്കെ ഉണ്ടാവും കേട്ടാ. അപ്പോൾ ഒന്ന് ക്ഷമിക്കട്ടെ കൂട്ടുകാരെ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ചട്ടിയിൽ ചൂടായപ്പോൾ വെണ്ടയ്ക്കും ഒരു തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളി കേട്ടാ, ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും തോലിളഞ്ഞ് എടുത്തില്ല. നല്ല തോലിളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തോലിളഞ്ഞതാണ്. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ട് അതിലേക്ക് നമ്മളെ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടാ. അപ്പോൾ പുളി ഇന്നലെ പുളിഞ്ചിരിക്ക് വെള്ളത്തിയിട്ടതിലത്തെ പുളി ഉണ്ട്, കുതിർന്ന പുളി. അപ്പോൾ അരപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുളിയും പിഴിഞ്ഞ് കൊടുക്കണം, ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ണമൊന്നും വേണമെന്നില്ല അല്ലേ സാമ്പാർ വെക്കാൻ. എനിക്കിങ്ങനെ തോന്നി ഒരു ഉണക്കമീനും ഉണ്ട് ചിങ്ങ സൂപ്പറായിരുന്നു അത്. പക്ഷേ ഉണക്കമീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പയറുപ്പേരിയും പിന്നെ പുളിഞ്ചി ഉണ്ടല്ലോ ഇന്നലത്തെ, പുളിഞ്ചിയും മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കാച്ചിയില്ല കേട്ടോ. പിന്നെ അപ്പൂനൊക്കെ ഇന്നലത്തെ ചെമ്മീൻ കറി, ഈ ജോലിക്കൊക്കെ മീനൊക്കെ ആയിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊക്കെ കൊടുത്ത് അങ്ങനെ പുളിയും നമ്മൾ അരപ്പും ഒക്കെ ചേർത്ത് പാകത്തിന് വെള്ളം ആക്കിയിട്ട് ഒക്കെ ഭക്ഷണങ്ങളൊക്കെ ഒരു മാതിരിയൊക്കെ വെന്തതാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടാണ്. വെണ്ടയ്ക്കൊക്കെ പിന്നെ നമ്മൾ വാട്ടിയെടുത്തതാണല്ലോ. കൂടെ കുറച്ച് മല്ലിയിലയും മുന്നേ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു സാമ്പാർ നമുക്ക് റെഡിയായി. അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു മറക്കാൻ മറന്നത്, മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ഡപ്പ ഞാൻ മുളക് എടുത്തേക്കണ കേട്ടോ പൊട്ടിച്ചിടാനൊക്കെ. ഒന്ന് വിട്ടുപോയി. ഇനി പുറത്ത് പോകുമ്പോൾ വാങ്ങിയിട്ട് വേണമെന്നല്ലേ ഒരു 100 മുളക് പൊട്ടിച്ചിടാനൊക്കെ. പുറത്ത് പോകുമ്പോഴേ പറ്റുള്ളൂ. നല്ലൊരു മറക്കാൻ മറന്നത്. അപ്പം നമ്മളെ പയറൊക്കെ വെന്ത് ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടി വന്നതിൻ്റെ ശേഷം ഒരു ചെറിയ സവോള, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്നാണ്ട് നമ്മളെ ചോപ്പറിലിട്ടിട്ട് ഒന്നാണ്ട് വലിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക്, പഴുത്ത പച്ചമുളക് കൂടിയിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പയറിട്ടിട്ട് ഒന്നാണ്ട് വളർത്തിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളെ ഉപ്പേരിയുടെ പരിപാടി അത് കഴിഞ്ഞിട്ടാണ്. കുറച്ച് നാളികേരം ഇട്ടാൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ മോൾക്ക് അത്ര താല്പര്യമില്ല കേട്ടോ ഇതിൽ, പയറിൽ. പിന്നെ പോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ ഈ നമ്മൾ ചെയ്യണത്. അപ്പോൾ പിന്നെ നാളികേരം ചേർത്ത് കൊടുത്തില്ല. അപ്പം നമ്മളെ ഉപ്പുമാവും റെഡി ആയിട്ടാണ്. അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ അതൊക്കെ വാർത്ത് മോൾക്കുള്ളതൊക്കെ ഡപ്പയിലൊക്കെ ആക്കി വെച്ച് അങ്ങനെ ഞാൻ ചട്ടി അവിടെ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി. അപ്പോൾ ഞാൻ ഓട്ടപ്പത്തിനുള്ള മാവ് മുക്കി ഒഴിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരെണ്ണം മുക്കി ഒഴിച്ച് ഞാൻ ഒന്ന് അടച്ച് വെച്ച് പിന്നെ വേറെ ഒന്നിനൊക്കെ ഓരോന്നിനും പോവും. ആ സമയമാകുമ്പോൾ വന്ന് എടുക്കും. അങ്ങനെ ഇരുന്നിട്ട് അല്ലാതെ നമുക്ക് അവിടെ നിന്നിങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ടൈമല്ല കേട്ടോ. അപ്പോൾ ഓട്ടപ്പൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ തന്നെ കിട്ടി. ഓട്ടപ്പത്തേക്ക് നാളികേരപ്പാൽ ഇരുന്നിട്ടാണ്. ഓട്ടപ്പം ഉണ്ടാക്കുമ്പോൾ ഇവിടെ നാളികേരപ്പാൽ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ വ്ളോഗ് ചെയ്യണ തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം കുട്ടികളെ. അപ്പോൾ അപ്പൂനും ജോലീനൊക്കെ രാവിലെ ഒന്ന് ഇറക്കിയതാട്ടാ. അപ്പോൾ അപ്പൂനെ എത്തണില്ല കേട്ടോ ജോലീനെ. രണ്ടും കൂടി കുറേ നേരം കടിച്ചിട്ടും ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അപ്പൂനെ എത്തണില്ല. അപ്പോൾ തോണ്ടി വെക്കണമൊക്കെ ജോലീനെ. അങ്ങനെ അവർക്ക് ഓട്ടപ്പൊക്കെ അപ്പൂന് കൊടുത്ത് ജോലി കഴിച്ചില്ല കേട്ടെന്ന്. ഇതാണ് കേട്ടാ നമ്മളെ അമ്മു പറഞ്ഞ ജഗലിയാൾ. അപ്പോൾ വടക്കുപുറത്തേക്ക് വന്നപ്പോൾ വീണ്ടും ഭയങ്കര കളിയായിരുന്നു. വെയിലിൻ്റെയൊക്കെ ഒരു നാളം കണ്ടപ്പോഴേ അപ്പോൾ ഞാനൊന്ന് പിടിച്ചതാണ്. ഇവരപ്പം ഉണ്ടാവും എപ്പോഴും. അങ്ങനെ അടിക്കലും തുടയ്ക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പം നമ്മളെ ജോലീനൊക്കെ കെട്ടിയിരുന്നില്ലേ മുന്നേ ഇവിടെ മുൻവശത്ത്, അവിടെ വെള്ളം നിന്നിട്ടേ ഇന്നലെ ഞാൻ വഴുക്കി ഇരിക്കാക്കുത്തല അങ്ങനെ വീണായിരുന്നു ഞാൻ. അവിടെ മഴ പെയ്താൽ വെള്ളം നിൽക്കുകയെ, ഒടിച്ചു പോകാനുള്ള സ്ഥലമില്ല. അപ്പം ഞാൻ കുറച്ച് മണ്ണ് വെട്ടിയിടുകയാണ് കേട്ടാ. അപ്പം ഇനിയിപ്പോൾ അവിടെ ആകെ കച്ചറ പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടാ. ഈ പിന്നെ കുറേ ചക്കയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് സൽമയുടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ടാ. തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രാവശ്യം തുരന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇടാം. അപ്പം ഈ ഇലയൊക്കെ ഞാൻ കൈക്കോട്ടയിട്ടൊക്കെ ഒന്ന് വലിച്ച് കൂട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊരു കൊട്ടയിലൊക്കെ നിറച്ചാൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടിടാമല്ലോ. നല്ല പ്രഷറും വെള്ളമാണല്ലോ ഇപ്പോൾ ലാവലയൊക്കെ ചീഞ്ഞതൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ഒരു കൂട്ടി എടുക്കുന്നുണ്ട്.
അങ്ങനെ വള്ളിക്കൊട്ടയിലൊക്കെ നിറച്ച് ഈ നോക്കുമ്പോൾ എനിക്ക് പൊന്തുന്നില്ല. അപ്പം ഞാൻ നിറച്ചത് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ വന്നതിൻ്റെ ശേഷം എന്തേലും പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഈ മുൻവശം ഈ ഇട്ടാവട്ടത്ത് ഇങ്ങനെ ഈ പ്ലാവുള്ള കാരണേ നല്ല ഇലയൊക്കെ വീണിട്ട് ഇങ്ങനെ അടിച്ച് മറ്റേത് അടിച്ചിട്ട് നമുക്ക് കൂട്ടി തീയിടലല്ലേ. അപ്പം അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഇതിൽ കൊട്ടയിലൊക്കെ നിറച്ച് നോക്കിയിട്ടാ. പിന്നെ ഇപ്പോൾ മുറ്റൊക്കെ അടിച്ചിട്ടുള്ള ഈ ഇലയും കാര്യങ്ങളൊക്കെ ഞാൻ അന്നൊക്കെയുള്ളതൊക്കെ അടിച്ച് ഈ സൽമയുടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവിടും കേട്ടാ. പിന്നെ വെണ്ണീറൊക്കെ കൊടുക്കും കേട്ടോ അവൾക്ക്. അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റന്നാൾ വരാട്ടോ കൂട്ടുകാരെ. നാളെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ മറ്റന്നാൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.